Hi all, welcome to Ace Your Exams. So, നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ കണ്ടിന്യൂസ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ കൺട്രോൾ ഫ്ലോ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എക്സൽ എന്ന ഏരിയയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയാസ്: ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഇൻ എക്സൽ, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ആൻഡ് ഓർ ഫങ്ഷൻസ്, ഇഫ് എറർ ആൻഡ് ഇഫ് ഫങ്ഷൻസ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഡാറ്റ വാലിഡേഷൻ, വാട്ട് ഇഫ് അനാലിസിസ്. ഇത്ര ഏരിയാസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ എക്സലിൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എക്സൽ യൂസ് ചെയ്തിട്ട് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് ഓട്ടോമേറ്റ് കാൽക്കുലേഷൻസ് ബേസ്ഡ് ഓൺ സ്പെസിഫിക് കണ്ടീഷൻസ്. ദാറ്റ് ഈസ് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്പെസിഫിക് കണ്ടീഷൻസ് അനുസരിച്ചിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് ബൈ അനലൈസിങ് ഡിഫറെൻറ്റ് സെനാരിയോസ്. നമ്മൾ കൊടുത്ത ഡാറ്റയുടെ പല സെനാരിയോസ് അനലൈസ് ചെയ്തിട്ട് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ മിനിമൈസസ് എറേഴ്സ് ത്രൂ ബിൽട്ട് ഇൻ ലോജിക് ആൻഡ് വാലിഡേഷൻ. സോ ബിൽട്ട് ഇൻ ലോജിക് ആൻഡ് വാലിഡേഷൻസ് ആണുള്ളത്, അതുകൊണ്ട് തന്നെ എറേഴ്സ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മാനുവലി നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും എറേഴ്സ് വളരെയധികം കുറവായിരിക്കും. ദെൻ ഇംപ്രൂവ് ഡാറ്റ വിഷ്വലൈസേഷൻ ഫോർ ബെറ്റർ ഇൻസൈറ്റ്സ്. ദറ്റ് ഈസ് ഡാറ്റ നമ്മൾ റോ ഡാറ്റയായിട്ട് നമ്പേഴ്സായിട്ട് കാണിക്കാതെ തന്നെ വിഷ്വലൈസേഷൻ ചാർട്ടിലൂടെയും പല രീതിയിലും വിഷ്വലൈസേഷനിലൂടെ കൊടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിനും ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ഈ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസാണ് പറയുന്നത്. വേരിയസ് ടൂൾസ് ഉണ്ട്. അതിലൊന്നാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ആൻഡ് ഓർ ഫങ്ഷൻസ്, അങ്ങനത്തെ കുറേ ഫങ്ഷൻസ് വരുന്നുണ്ട്. അപ്പം ആദ്യം ഇതെന്തൊക്കെയാണെന്ന് പറയാം, അതിനുശേഷം അതെങ്ങനെയാണ് നമ്മൾ എക്സൽ ഷീറ്റിൽ ചെയ്യുന്നുണ്ടെന്ന് പറയാം. സോ ഫസ്റ്റ് ഞാൻ ആദ്യം എന്തൊക്കെയാണ് എങ്ങനെയാണ് ആ ഫോമുല അപ്ലൈ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും, തിയററ്റിക്കൽ പാർട്ടായിരിക്കും പറയുക. അതിനുശേഷം നമുക്ക് എക്സൽ ഷീറ്റിൽ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇഫ് ഫംഗ്ഷൻ ഇവാലുവേറ്റ്സ് എ കണ്ടീഷൻ ആൻഡ് റിട്ടേൺസ് വൺ വാല്യൂ ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ ആൻഡ് അനദർ വാല്യൂ ഇഫ് ഇറ്റ് ഈസ് ഫാൾസ്. ദറ്റ് ഈസ് ഇഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു കണ്ടീഷൻ അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ ട്രൂ എന്നും അല്ലെങ്കിൽ ഫാൾസ് എന്നും പറഞ്ഞിട്ടുള്ള നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അതിൻ്റെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത് ഇഫ് ബ്രാക്കറ്റിൽ ലോജിക്കൽ ടെസ്റ്റ്, ദാറ്റ് ഈസ് എന്താണ് നമ്മൾ കണ്ടീഷൻ, വാല്യൂ ഇഫ് ട്രൂ, വാല്യൂ ഇഫ് ഫാൾസ്, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. സോ എക്സാമ്പിളായിട്ട് പറയാനായിട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഇഫ് A1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40, കോമ ഇടുക, ഡബിൾ ഇൻവേർട്ടഡ് കോമ, പാസ്, കോമ, ഡബിൾ ഇൻവേർട്ടഡ് കോമ, ഫെയിൽ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ A1 എന്ന് പറഞ്ഞ കോളത്തിലുള്ള ആ ഒരു വാല്യൂ 40 അതിനേക്കാൾ കൂടുതലോ ആണെങ്കിൽ റിസൾട്ട് പാസ്, അല്ലെങ്കിൽ ഫെയിൽ എന്ന റിസൾട്ട് വേണം. സോ നമ്മൾ ആ A1 എന്ന് പറഞ്ഞ കോളത്തിൽ എന്താണ് ടൈപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് റിസൾട്ട് പാസ് ഓർ ഫെയിൽ എന്ന് വരും. ഓക്കെ, സോ 40യോ 40യിൽ കൂടുതലോ ആണെങ്കിൽ പാസ് എന്നായിരിക്കും റിസൾട്ട് വരിക, 40യിൽ കുറവാണെങ്കിൽ ഫെയിൽ എന്നായിരിക്കും വരിക. സോ നമുക്ക് സിമ്പിളായിട്ട് ഒരു സീരീസ് ഓഫ് ഡാറ്റ, അല്ലെങ്കിൽ കുറേ കുട്ടികളുടെ മാർക്കുകൾ എടുത്തിട്ട് ആരൊക്കെ പാസ് ഫെയിൽ എന്ന് നമ്മൾ നോക്കി ചെയ്യുമ്പോൾ ചിലപ്പം തെറ്റ് വരാം. സോ ഇങ്ങനെ ഒരു ലോജിക്കൽ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇഫ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് എറർ ഇല്ലാതെ നമുക്ക് റിസൾട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വണ്ണാണ് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ഈസ് ഫോർ ഹാൻഡ്ലിങ് മൾട്ടിപ്പിൾ കണ്ടീഷൻസ്. നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കണ്ടീഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് തന്നെ ഒന്നിലധികം കണ്ടീഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇഫ് A1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40, കോമ പാസ്, ദെൻ കോമ ഇഫ് A1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40, കോമ റീഅപ്പിയർ, ദെൻ കോമ ഫെയിൽ, ദെൻ നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സോ അപ്പോൾ നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര ബ്രാക്കറ്റ് ഇടുന്നുണ്ടോ അത്ര ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുകയും കൂടെ ചെയ്യണം. ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്, മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ആണ്. സോ 2 കണ്ടീഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോഴും 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ എറർ ആയിരിക്കും കാണിക്കുക. സോ ഈ കേസിൽ റിസൾട്ട് വരിക 50 എബോവ് മാർക്സ് ഉള്ള ആളാണെങ്കിൽ പാസ്സാവും, 50 ഓർ എബോവ് മാർക്കുള്ള ആളാണെങ്കിൽ റിസൾട്ട് വിൽ ബി പാസ്. ദെൻ 40 to 49 റേഞ്ചിലാണ് വരുന്നതെങ്കിൽ റീഅപ്പിയർ എന്നായിരിക്കും റിസൾട്ട് വരിക, ആൻഡ് 40യിൽ ബിലോ ആണെങ്കിൽ ഫെയിൽ എന്നും കാണിക്കും. ദെൻ നെക്സ്റ്റ് വൺ ആണ് ആൻഡ് ഓർ ഫങ്ഷൻസ്. ആൻഡ് ഓർ 2 ഫങ്ഷൻസ് ഉണ്ട്. സോ ആൻഡ് ഓർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി, ടെസ്റ്റ്
ദീസ് ആർ ലോജിക്കൽ ഫങ്ഷൻസ് യൂസ്ഡ് ടു ടെസ്റ്റ് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഇൻ എക്സൽ. എക്സലിൽ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലോജിക്കൽ ഫങ്ഷൻസ് ആണ് ആൻഡും അതുപോലെ തന്നെ ഓർ ഫങ്ഷൻസും. സോ ആൻഡ് ഫംഗ്ഷനിൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ഈക്വൽ ടു ആൻഡ്, സോ ലോജിക്കൽ 1 ലോജിക്കൽ 2. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന എന്താണോ കണ്ടീഷൻസ് 1, 2 കൊടുക്കുക. സോ ഇതിൽ ആൻഡ് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് ട്രൂ ഇഫ് ഓൾ കണ്ടീഷൻസ് ആർ ട്രൂ. നമ്മൾ കൊടുത്തിരിക്കുന്ന ലോജിക്കൽ കണ്ടീഷൻസ് എല്ലാം ട്രൂ ആണെങ്കിൽ മാത്രമായിരിക്കും റിസൾട്ട് ട്രൂ വരിക. ഏതെങ്കിലും ഒന്ന് ഫാൾസ് ആയാൽ റിസൾട്ട് വിൽ ബി ഫാൾസ്. അതാണ് ആൻഡിൻ്റെ പ്രത്യേകത. സോ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഈക്വൽ ടു ആൻഡ് A1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40, A1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. സോ ഇഫ് A1 ഈസ് ബിറ്റ്വീൻ 40 ആൻഡ് 60 ദ റിസൾട്ട് വിൽ ബി ട്രൂ. അപ്പോൾ ഈ കേസിൽ A1 എന്ന് പറയുന്നത് 40യുടെയും 60യുടെയും ഇടയിലാണെങ്കിൽ മാത്രമാണ് ആ റിസൾട്ട് ട്രൂ ആവുക. അല്ലാതെ ഏത് രീതിയിൽ വന്നിട്ടുണ്ടെങ്കിലും റിസൾട്ട് വിൽ ബി ഫാൾസ്. നെക്സ്റ്റ് വൺ ആണ് ഓർ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഓർ ഫംഗ്ഷൻ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഈക്വൽ ടു ഓർ ബ്രാക്കറ്റിൽ ലോജിക്കൽ കണ്ടീഷൻ 1 ലോജിക്കൽ കണ്ടീഷൻ 2 എത്ര കണ്ടീഷൻസ് ഉണ്ടോ അത്രയും കൊടുക്കാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. സോ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആയിരിക്കും. ദെൻ ഓൾ കണ്ടീഷൻസ് ഫാൾസ് ആണെങ്കിൽ മാത്രം, എല്ലാ കണ്ടീഷൻസും തെറ്റാണെങ്കിൽ മാത്രമാണ് റിസൾട്ട് ഫാൾസ് വരിക. ആൻഡിൻ്റെ കേസിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ റിസൾട്ട് ഫാൾസ് ആയിരിക്കും. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ റിസൾട്ട് വിൽ ബി ട്രൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഈക്വൽ ടു ഓർ A1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70, B1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 ബ്രാക്കറ്റ് ക്ലോസ്. സോ ഇവിടെ നമ്മൾ A1-ലോ B1-ലോ 70 എബോവ് ഉള്ള ഒരു നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ, വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ട്രൂ ആയിരിക്കും കിട്ടുക. സോ ഇതാണ് ഓർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇഫ് എറർ ഓർ ഇഫ്ന ഫങ്ഷൻസ്. These functions are used to handle errors in formulas and display a custom message instead of an error. That is, നമ്മൾ ചിലപ്പം ഫങ്ഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് റിസൾട്ട് എറർ കാണിക്കും. സോ എറർ ഒരു ആഷൊക്കെ ഇട്ട് ഒരു എറർ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കാണിക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് നല്ലൊരു മെസ്സേജ്, ഇത് എററാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ളൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് ഈ ഇഫ് എറർ ഇഫ്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇഫ് എറർ ഫങ്ഷൻ ഇങ്ങനെയാണ് വരിക. ഇഫ് എറർ ബ്രാക്കറ്റിൽ വാല്യൂ വാല്യൂ ഇഫ് എറർ. ഫോർ എക്സാമ്പിൾ ഈക്വൽ ടു ഇഫ് എറർ A1 by B1, എറർ ഇൻ കാൽക്കുലേഷൻ. ദാറ്റ് ഈസ് ഏതെങ്കിലും കേസിൽ ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നോർമലി കാണുന്ന ഡിഫോൾട്ടായിട്ടുള്ള എറർ നല്ല എഴുതി കാണിക്കുക, പകരം എറർ ഇൻ കാൽക്കുലേഷൻ എന്നായിരിക്കും വരിക. ഇഫ് നോ എറർ, എറർ ഒന്നും ഇല്ലെങ്കിൽ റിസൾട്ട് കൃത്യമായിട്ടും കാണിക്കും. സോ ഇപ്പം A1 by B1, ഇപ്പോൾ B1-ൽ 0 ആണ് വരുന്നതെങ്കിൽ ഒരു നമ്പറിനെ 0 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും എറർ ആയിരിക്കും വരിക. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എപ്പോഴും എറർ ഇൻ കാൽക്കുലേഷൻ എന്നുള്ളൊരു റിസൾട്ട് കിട്ടും. സോ അതാണ് ഇഫ് എറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇഫ്ന ഫംഗ്ഷൻ. ഇഫ്ന ഫംഗ്ഷൻ ഇഫ് എറർ പോലെ തന്നെയാണ്. എററിനെ മാറ്റി കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എററിന് വേറൊരു മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ കേസിൽ നോട്ട് അവൈലബിൾ ആയിട്ടുള്ള എറേഴ്സിൻ്റെ കേസിൽ മാത്രം #n നോട്ട് അവൈലബിൾ എന്ന് പറയുന്ന കേസിൽ മാത്രമാണ് ഇഫ്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുക. ഇറ്റ് വർക്ക്സ് ഓൺലി ഫോർ #n എറർ, മോസ്റ്റ്ലി യൂസ്ഡ് വിത്ത് ലുക്കപ്പ് ഫംഗ്ഷൻസ് ലൈക്ക് VLOOKUP. ലുക്കപ്പ് ഫംഗ്ഷൻസിൻ്റെ കൂടെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ഏതെങ്കിലും ഒരു ഡാറ്റ, സീരീസ് ഓഫ് ഡാറ്റയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഇഫ്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുക. സോ VLOOKUP എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ VLOOKUP നമുക്ക് ഒരു പെർട്ടിക്കുലർ സീരീസ് ഓഫ് ഡാറ്റയിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡാറ്റ മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതെവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് VLOOKUP എന്ന് പറയുന്നത്. സോ അങ്ങനെ VLOOKUP യൂസ് ചെയ്യുമ്പം ആ ഒരു ഡാറ്റ ഇല്ലെങ്കിൽ അവിടെ നോട്ട് അവൈലബിൾ എറർ ആയിരിക്കും കാണിക്കുക. അതിന് പകരം വേറെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇഫ്ന ഫംഗ്ഷൻ. സോ എക്സാമ്പിൾ നോക്കാം. ഈക്വൽ ടു ഇഫ്ന VLOOKUP. സോ VLOOKUP ആണ് നോക്കുന്നത്. A2 B2, സോ C10, 2, false ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, നോട്ട് ഫൗണ്ട്. ദാറ്റ് ഈസ് VLOOKUPൽ ആ ഒരു പെർട്ടിക്കുലർ ഡാറ്റ കണ്ടിട്ടില്ലെങ്കിൽ വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നോട്ട് ഫൗണ്ട് ആയിരിക്കും. ഈ ഫൗണ്ട് ഡിസ്പ്ലേസ് ദ റിസൾട്ട്. VLOOKUPലൂടെ ആ ഒരു ഡാറ്റ കണ്ടിട്ടുണ്ടെങ്കിൽ റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ കണ്ടിട്ടില്ലെങ്കിൽ, അത് നോട്ട് അവൈലബിൾ ആണെങ്കിൽ നോട്ട് ഫൗണ്ട് എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും വരിക. നെക്സ്റ്റ് വൺ ആണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ഇറ്റ് ഈസ് എ ഫീച്ചർ ഇൻ എക്സൽ that automatically changes the format of cells based on certain conditions. That is, എക്സലിലെ ഓരോ സെല്ലിൻ്റെ ഫോർമാറ്റ് certain conditions അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നതിനെയാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്.
സെല്ലിൻ്റെ ഫോർമാറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്ന കളറാവാം, ഫോണ്ടാവാം, ഐക്കൺ ആവാം, അങ്ങനെയുള്ളതെല്ലാം ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ ഇറ്റ് ഹെൽപ്സ് ടു ഹൈലൈറ്റ് ഇമ്പോർട്ടൻറ്റ് ഡാറ്റ ആൻഡ് ഈസിലി അനലൈസ് ഇൻഫർമേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനും കളറിൽ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാനും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ, സെലക്ട് ദ സെൽസ് ഓർ ഡാറ്റ റേഞ്ച്, എവിടെ തൊട്ട് എവിടം വരെയുള്ള ഡാറ്റയാണ് നമുക്ക് വേണ്ടതെന്നുള്ള സെലക്ട് ചെയ്യുക. ദെൻ ഹോം ടാബിൽ ഗോ ടു ദ ഹോം ടാബ്, ക്ലിക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, അവിടെ നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ചൂസ് ദ റൂൾ ടൈപ്പ്, ദാറ്റ് ഈസ് ഏത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ് വേണ്ടത്. ഹൈലൈറ്റ്, സെൽസ് റൂൾസ്, ടോപ്പ് ഓർ ബോട്ടം റൂൾസ്, അങ്ങനത്തെ കുറേ ഉണ്ട്. അതിൽ ഏതാണ് നമുക്ക് വേണ്ടതെന്നുള്ള സെലക്ട് ചെയ്യുക. സെറ്റ് ദ കണ്ടീഷൻ ആൻഡ് ഫോർമാറ്റ്, ക്ലിക്ക് ഓക്കെ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സെല്ല് അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് സെൽസ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വണ്ണാണ് ഡാറ്റ വാലിഡേഷൻ. ദാറ്റ് ഈസ് എ ഫീച്ചർ ഇൻ എക്സൽ ദാറ്റ് കൺട്രോൾസ് ഓർ റെസ്ട്രിക്ട്സ് ദ ടൈപ്പ് ഓഫ് ഡാറ്റ എൻറ്റേർഡ് ഇൻ എ സെൽ. ഒരു പെർട്ടിക്കുലർ സെല്ലിൽ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ വരരുത് എന്നൊക്കെ സെറ്റ് ചെയ്യുന്നതിനെയാണ് ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം സെയിൽസ് ആണ് കാണിക്കുന്നത്, സെയിൽസ് എപ്പോഴും റുപ്പീസിലാണ് കാണിക്കുന്നതെങ്കിൽ അവിടെ നമ്പേഴ്സേ വരാൻ വേണ്ടി പാടുള്ളൂ. അവിടെ നമ്പേഴ്സ് അല്ലാതെ മറ്റൊരു ഡാറ്റ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ലെറ്റേഴ്സിൽ വരാൻ വേണ്ടി പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ വാലിഡേഷൻ യൂസ് ചെയ്തിട്ട് ആൽഫബറ്റിക്സിൽ എഴുതുന്നതൊക്കെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇറ്റ് പ്രിവെൻറ്റ്സ് ഇൻകറക്റ്റ് ഡാറ്റ എൻട്രി ആൻഡ് എൻഷുവേഴ്സ് അക്യുറസി ഇൻ സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റിൽ നമുക്ക് എൻ്റർ ചെയ്യുന്ന ഡാറ്റയിൽ ഇൻകറക്റ്റ് ഡാറ്റ എൻട്രിയൊക്കെ മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡാറ്റ വാലിഡേഷനിലൂടെ സാധിക്കും. സോ ഡാറ്റ വാലിഡേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ്, ഫസ്റ്റ് ഏതാണ് സെലക്റ്റഡ് റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്യുക. ദെൻ ഗോ ടു ദ ഡാറ്റ ടാബ്, ഡാറ്റ എന്ന് പറഞ്ഞ ടാബിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഡാറ്റ വാലിഡേഷൻ, ദെൻ ചൂസ് ദ വാലിഡേഷൻ ക്രൈറ്റീരിയ, എന്ത് ക്രൈറ്റീരിയ ആണ് വേണ്ടത്, അവിടെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ടാവും, അതിലേത് ക്രൈറ്റീരിയ ആണ് വേണ്ടത്. ദെൻ ക്ലിക്ക് ഓക്കെ. സോ അതാണ് ഡാറ്റ വാലിഡേഷൻ ചെയ്യാനുള്ള സ്റ്റെപ്സ്. നെക്സ്റ്റ് വൺ ആണ് വാട്ട് ഈഫ് അനാലിസിസ്. വാട്ട് ഈഫ് അനാലിസിസ് ഈസ് എ ഫീച്ചർ ഇൻ എക്സൽ ദാറ്റ് ഹെൽപ്സ് യു change input value to see how these changes affect the result of a formula. സോ നമ്മളൊരു ഫോർമുല കൊടുത്ത്, വാട്ട് ഇഫ് അനാലിസിസ് ഒരു ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ടിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ടിൽ, റിസൾട്ടിൽ എന്ത് വ്യത്യാസമാണ് വരിക എന്ന് മനസ്സിലാക്കുന്നതാണ് വാട്ട് ഇഫ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദറ്റ് ഈസ് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഐ ചേഞ്ച് ദിസ് വാല്യൂ. ഞാനൊരു വാല്യൂ ചേഞ്ച് ചെയ്താൽ എൻ്റെ റിസൾട്ടിൽ എന്ത് മാറ്റം സംഭവിക്കും. സോ അതാണ് വാട്ട് ഇഫ് അനാലിസിസിൽ വരുന്നത്. ഇത് ബിസിനസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ബിസിനസ്സുകൾക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടൂളാണ് വാട്ട് ഇഫ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഒരു ബിസിനസ് അവരുടെ ടോട്ടൽ പ്രോഫിറ്റാണ് നോക്കുന്നത്. ദെൻ അവർ സെയിൽസിൽ ചേഞ്ചസ് വരുത്തിയാൽ, കോസ്റ്റിൽ ചേഞ്ചസ് വരുത്തിയാൽ, ഇൻട്രസ്റ്റിൽ ചേഞ്ചസ് വരുത്തിയാൽ എങ്ങനെ അത് പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യും ഈസിലി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വാട്ട് ഇഫ് അനാലിസിസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ വാട്ട് ഇഫ് അനാലിസിസിന് യൂസ് ചെയ്യുന്ന എക്സൽ ടൂൾസ് എന്ന് പറയുന്നത് സെനാരിയോ മാനേജർ, ഗോൾ സീക്ക്, ഡാറ്റ ടേബിൾ, ഇങ്ങനെയൊക്കെ പറയുന്ന വേരിയസ് ടൂൾസ് ഉണ്ട്. സോ സെനാരിയോ മാനേജർ കമ്പയർസ് ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് വാല്യൂസ്, പല സെറ്റ്സ് ഓഫ് വാല്യൂസിനെ കമ്പയർ ചെയ്യുന്നതാണ് സെനാരിയോ മാനേജർ എന്ന് പറയുന്നത്. ഗോൾ സീക്ക് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ റിക്വയർഡ് ഇൻപുട്ട് ടു അച്ചീവ് എ സ്പെസിഫിക് റിസൾട്ട്. നമുക്കൊരു റിസൾട്ട് വേണം, ആ റിസൾട്ടിന് വേണ്ടി എത്രത്തോളം ഇൻപുട്സ് കൊടുക്കണം എന്ന് നോക്കുന്നതിനെയാണ് ഗോൾ സീക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് നെക്സ്റ്റ് ഇയറിൽ 100 crores ആണ് പ്രോഫിറ്റ് വേണ്ടതെങ്കിൽ അതിന് എന്തൊക്കെ ഇൻപുട്സ് വേണം എന്നുള്ളത് ഗോൾ സീക്ക് യൂസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ദെൻ ഡാറ്റ ടേബിൾ ഷോസ് ഹൗ ചേഞ്ചിങ് 1 or 2 വേരിയബിൾസ് അഫക്ട്സ് ദ റിസൾട്ട്. ഡാറ്റ ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് വേരിയബിൾസിൽ 1 or 2 വ്യത്യാസം വരുത്തിയാൽ അതെങ്ങനെയാണ് റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഡാറ്റ ടേബിൾ. സോ ഇത് വാട്ട് ഇഫ് അനാലിസിസിൻ്റെ വേരിയസ് ടൂൾസ് ആണ്. സോ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ പ്രാക്ടിക്കൽ ഏരിയ, ദാറ്റ് ഈസ് എക്സൽ ഷീറ്റിൽ എങ്ങനെയാണ് നമ്മളിത് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ നമ്മളിപ്പോൾ പറഞ്ഞ ഫോർമുലാസൊക്കെ ഒന്ന് എക്സൽ ഷീറ്റിൽ അപ്ലൈ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഇഫ് ഫോർമാറ്റിൽ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇഫ് ക്ലോസ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഞാനിവിടെ 2 കോളത്തിൽ നെയിം ആൻഡ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് 2 കോളം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിവിടെ ഇഫ് ക്ലോസ് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം ഇഫിനെ കുറിച്ച് പഠിച്ച അതേ ഫോർമുല തന്നെയാണ് ഇവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ദറ്റ് ഈസ് ഇതാണ് ആ ഒരു ഫോർമുല എന്ന് പറയുന്നത്. ഇഫ് B2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40. സോ B1 A1 ഏതാണോ കോളം, നമ്മൾ മാർക്ക് കൊടുത്തിരിക്കുന്ന കോളമാണല്ലോ, ആ കോളം കൊടുക്കാം. B2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 പാസ്, അതർവൈസ് ഫെയിൽ. അതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ആ ഒരു ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. നമുക്ക് വേണ്ടത് ഇവിടെയാണ് റിസൾട്ട് കിട്ടേണ്ടത്. ഓക്കെ, ആ ഒരു കോളത്തിലാണ് നമുക്ക് റിസൾട്ട് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആ ഒരു കോളം സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ അവിടെ നമുക്ക് കൊടുക്കേണ്ട ആ ഫോർമുല ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നമ്മൾ ഇഫിൻ്റെ ഫോർമുല, ഇഫ് B2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40
പാസ് അതർവൈസ് ഫെയിൽ എന്ന് പറഞ്ഞ ഫോർമുല അപ്ലൈ ചെയ്തു. സോ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഫസ്റ്റ് കേസിൽ 56 40ൽ കൂടുതലാണ്, അതുകൊണ്ട് പാസ് വന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ താഴോട്ട് 40ൽ കുറവുള്ള മാർക്സും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് എല്ലായിടത്തും ആ ഒരു ഫോർമുല ഫില്ലായിക്കോളും. സോ ഇവിടെ 40ൽ കൂടുതലുള്ള എല്ലാം പാസ്സായിട്ടും 40ൽ കുറവുള്ള എല്ലാം ഫെയിലായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇഫ് ക്ലോസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ നെസ്റ്റഡ് ഇഫ് ആയിരുന്നു. നെസ്റ്റഡ് ഇഫിൽ നമ്മൾ പറയുന്നത് ഇഫ് A1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40. സോ ഇതാണ് നെസ്റ്റഡ് ഇഫിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇഫ് A1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 പാസ്. ഇഫ് A1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 റീഅപ്പിയർ അതർവൈസ് ഫെയിൽ. ഇതാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഫോർമുല നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു കേസിൽ തന്നെ നമുക്ക് കാണിച്ചു നോക്കാം. ഓക്കെ, സോ ഇവിടെയാണ് അതിൻ്റെ റിസൾട്ട് കിട്ടേണ്ടത്. ഓക്കെ, ഇവിടെ റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു ഫോർമുല ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. അതെ, അപ്പം നമുക്കിവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഫോർമുലയിൽ A1 ആണ് കിടക്കുന്നത്, പക്ഷെ നമുക്ക് വേണ്ടത് ഈ ഒരു കോളത്തിലാണ് മാർക്സ് വരുന്നത്. സോ A1 ഒക്കെ മാറ്റിയിട്ട് A1 നമുക്ക് മാറ്റി അവിടെ ഏത് കോളമാണോ വേണ്ടത്, B2 എന്ന് പറഞ്ഞ കോളമാണ് വേണ്ടത്, ആ B2 കോളം കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. സോ ഹിയർ ഇഫ് B2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 പാസ്, ഇഫ് B2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 റീഅപ്പിയർ അതർവൈസ് ഫെയിൽ. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നത് നോക്കാം. സോ ഫസ്റ്റ് കേസിൽ പാസ്സാണ്, 50ൽ കൂടുതലാണ്, അതുകൊണ്ട് പാസ്സാണ്. ദെൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ പാസ് ഫെയിൽ മാത്രമാണ് വന്നത്. കാരണം ഇവിടെ 40ലും 50ലും ഇടയിലുള്ള ഏതെങ്കിലും മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് റീഅപ്പിയർ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് കിട്ടുക. സോ നമുക്കിവിടെ ജസ്റ്റ് ഒന്നൊരു മാർക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. ഈ 34 എന്നുള്ളത് 42 ആക്കി. ഓക്കെ, സോ നമുക്കിവിടെ റീഅപ്പിയർ എന്നുള്ള റിസൾട്ട് കിട്ടി. ഓക്കെ, അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് റിസൾട്ടുകൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫ് ക്ലോസ് അതുപോലെ തന്നെ നെസ്റ്റഡ് ഇഫ് ക്ലോസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ആൻഡ് അതുപോലെ തന്നെ ഓർ ഫങ്ഷൻസ്. ഓക്കെ, ആൻഡ് ഫങ്ഷൻ എന്താണ് പറയുന്നത്, രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണെങ്കിൽ മാത്രം ട്രൂ കാണിക്കും. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്കിലും തെറ്റാണെങ്കിൽ ഫാൾസ് കാണിക്കും. സോ ഇവിടെ ഈക്വൽ ടു ആൻഡ് A2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 40, B2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. അപ്പം 40ലും 60ലും ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ട്രൂ എന്ന് വരിക. ഓക്കെ, നമുക്കിവിടെ ഈ ഒരു കേസിൽ ഇംഗ്ലീഷിൻ്റെ മാത്സിൻ്റെ കുറച്ച് മാർക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് മാത്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആ ഒരു ആൻഡ് ഫങ്ഷൻ കൊടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ ആൻഡ് ഫങ്ഷൻ കൊടുത്തു. ദെൻ ഫാൾസ് വന്നു, കാരണം ഇവിടെ A2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40യും വരണം, B2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. ഈ രണ്ട് കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ഇവിടെ ട്രൂ വരിക. ഇവിടെ രണ്ട് കേസിലാണ് ട്രൂ വന്നിട്ടുള്ളത്. സോ ഇത് 56ഉം 60ലും അതുപോലെ തന്നെ 57 വരുന്നതുകൊണ്ട് ഈ രണ്ട് കേസ് മാത്രം ട്രൂ ആയിട്ട് കാണിച്ചു. ഓക്കെ, അതായത് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ട്രൂ വരിക. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണെങ്കിൽ അത് ഫാൾസ് ആയിട്ട് തന്നെ കാണിക്കും. ദെൻ നെക്സ്റ്റ് ഓർ ഫങ്ഷനാണ്. ഓർ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ് പോലെ തന്നെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. ബട്ട് അതിൽ ഏതെങ്കിലും ഒരു ഫങ്ഷൻ എങ്കിലും ട്രൂ ആണെങ്കിൽ അതിനെ ട്രൂ ആയിട്ട് തന്നെ കാണിക്കും. ഓക്കെ, സോ ഈ ഒരു ഫോർമുല നമുക്ക് ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് നോക്കാം. ഓർ ഫോർമുലയും കൂടെ നോക്കാം. സോ ഹിയർ നമുക്ക് ഓർ കൊടുക്കുന്നതാണ് ഓർ ഫോർമുല. ഓക്കെ, ഓർ A2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70, B2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70. ഓക്കെ, A2ഉം B2ഉം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 എന്നുള്ളതാണ് ഫോർമുല. സോ A2ഉം B2ഉം 70ൽ കൂടുതലാണെങ്കിൽ A2 ഓർ B2 ഏതെങ്കിലും ഒന്ന് 70ൽ കൂടുതലാണെങ്കിൽ നമുക്ക്
ട്രൂ ആയിട്ട് കിട്ടും. സോ രണ്ടും ഫാൾസ് ആണെങ്കിൽ മാത്രമാണ് ഫാൾസ് വരിക. ഇവിടെ രണ്ട് കേസിൽ നമുക്കറിയാം, നോക്ക്, ഇവിടെ ട്രൂ വന്നിട്ടുണ്ട്, ഇവിടെ ട്രൂ വന്നിട്ടുണ്ട്. ഇവിടെ കേസിൽ ഇവിടെ 70ൽ കൂടുതലില്ല, പക്ഷേ ഇവിടെ 70ൽ കൂടുതൽ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ട്രൂ ആയിട്ട് വരും. അതാണ് ആൻഡിൻ്റെയും ഓറിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ ഇഫ് എറർ ആണ് നോക്കുന്നത്. ഇഫ് എറർ മീൻസ് എറർ ഇൻ കാൽക്കുലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നോർമലി ഇൻവാലിഡ് എന്നോ നോട്ട് അവൈലബിൾ അങ്ങനെയൊക്കെയുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. പക്ഷേ അതിന് പകരം ഒരു സ്റ്റാൻഡേർഡായിട്ട് എറർ ഇൻ കാൽക്കുലേഷൻ എന്നാണ് നമ്മൾ കാണിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇഫ് എറർ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇഫ് എറർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. സോ ഹിയർ നമ്മളിവിടെ ഇഫ് എററിൻ്റെ ആ ഒരു ഫങ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ, A2/B2 ദാറ്റ് ഈസ് ഈ കോളം ഡിവൈഡഡ് ബൈ ഈ കോളം, അതിൻ്റെ റിസൾട്ടാണ് ഇവിടെ കിട്ടുക. ഓക്കെ, നോർമലി ഇതെല്ലാം നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുന്നത് ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് റിസൾട്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത എമൗണ്ട് ആയിരിക്കും കിട്ടുക. അതേസമയം ഇവിടെ നമ്മളൊരു 90ക്ക് പകരം 0 കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇവിടെ എറർ ഇൻ കാൽക്കുലേഷൻ, ദാറ്റ് ഈസ് ഒരു നമ്പർ നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ എറർ ഇൻ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഇൻവാലിഡ് എന്നൊക്കെ ആയിരിക്കും, ആഷ് ഇൻവാലിഡ് എന്നൊക്കെ ആയിരിക്കും വരിക. സോ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എറർ ഇൻ കാൽക്കുലേഷൻ. ഇവിടെ നോക്കാം, 54ന് പകരം നമ്മൾ 0 കൊടുത്തു. ഓക്കെ, എറർ ഇൻ കാൽക്കുലേഷൻ വന്നു. സോ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ എവിടെയൊക്കെ ഫോർമുലാസ് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്ത ഫോർമുലാസിൽ വരുന്നത്. സോ ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഫോർമുലാസൊക്കെ ആണെങ്കിൽ ഈ ഫോർമുലാസ് എന്ന് പറഞ്ഞ ഏരിയയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റീസെൻ്റ്ലി യൂസ്ഡ് ഉണ്ട് ഫിനാൻഷ്യൽ ഫോർമുലാസ്, ലോജിക്കലിലാണ് ആൻഡ് ഓർ ഇതൊക്കെ വരുന്നത്. ദെൻ ടെക്സ്റ്റ്, ഡേറ്റ് ആൻഡ് ടൈം, ലുക്കപ്പ് ആൻഡ് റെഫറൻസ്, മാത്സ് ആൻഡ് മോർ ഫങ്ഷൻസ്, ഇങ്ങനെ കുറേ ഫങ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്